എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി നയനോട് പറയുന്നുണ്ട്, ഞാൻ വന്ന് വിളിക്കണമെന്നത് നിൻ്റെ വാശിയായിരുന്നല്ലോ, ഞാൻ വന്ന് വിളിച്ചു, ഇനിയിപ്പോൾ ഞാൻ നിൻ്റെ കാല് പിടിച്ചാലേ വരുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നേയും നയന പറയുന്നുണ്ട്, ഇല്ല അമ്മ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അമ്മ എന്നെ വന്ന് വിളിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചോളൂ. ഒരിക്കലും അമ്മ എൻ്റെ മുന്നിൽ താഴണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് അമ്മയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയൂ കേട്ടോ. അന്നേരം ദേവേന ഇങ്ങനെ മനസ്സിൽ പറയുവാണ്, മോളെ നിന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നു എല്ലാവരും കൂടി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, അതെന്തെങ്കിലും ആകട്ടെ, ഏതായാലും നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എന്താണ് എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ എടുത്തേക്കണം, നമ്മളിപ്പോൾ ഇറങ്ങുമല്ലേ എന്നിങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവേനയുടെ മുഖത്ത് ഇത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും പറഞ്ഞ് ദേവേനി അവിടുന്ന് ഇറങ്ങി പോരുവാണ്. അന്നേരം ദേവേനി ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞ് നയനെ നോക്കിയിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് നയന. പിന്നെ ഈ സമയം ആകെ ചെറിയൊരു ടെൻഷനോടെ ഇരിക്കുവാണല്ലോ ഗോവിന്ദനും അതുപോലെ നന്ദുവും ഒക്കെ. അവരുടെ അടുത്തോട്ട് ചെല്ലും കനക ദേവയാനി. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അവളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളും അറിയണം, എന്തേ കനക എന്ന് ചോദിക്കും. അദ്ദേഹം കനക ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ചായ കുടിക്കാൻ വേണ്ടിയൊന്നും അല്ല വന്നത്, പിന്നെ എടുത്ത സ്ഥിതിക്ക് കളയണ്ട ഇങ്ങ് അന്നേരം എന്ന് പറഞ്ഞിട്ട് ചായ മേടിച്ച് കുടിക്കുവാണ്. അത് നല്ല രീതിയിൽ മേടിച്ച് കുടിക്കാൻ മനസ്സ് അനുവദിക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും അറിയരുതല്ലോ, അതുകൊണ്ടാണ് ദേവേന അത്രയൊക്കെ പറയുന്നത്. ഏതായാലും ആ ചായ കുടിച്ചതിന് ശേഷം ദേവേന പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, അവൻ ഒരു ശ്വാസമുട്ടുള്ള ആളാണ്, അവന് രാത്രി ഉറക്കമില്ലെങ്കിൽ ശരിയാകില്ല, ഇവളെ ഓർത്ത് അവന് ഉറക്കം പോലും ഇല്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവനൊരു കൂട്ട് വേണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ അവൻ്റെ കാര്യം മാത്രമല്ല, പ്രായമായ അച്ഛനും അമ്മയ്ക്കും ജയേട്ടനും എല്ലാവർക്കും ഇവൾ അവിടെ വേണം. ഇവൾ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പലർക്കും ആ വീട്ടിൽ പ്രാധാന്യം ഇല്ലാണ്ടായി. അതിന് കാരണം ഇവളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരുടെ സങ്കടം കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ എത്രയും പറഞ്ഞ് നിൽക്കുന്നേക്കും അങ്ങോട്ട് നയന വരും കേട്ടോ. അന്നേരം ദേവേനി ചോദിക്കും, ഇത്രയും പെട്ടെന്ന് റെഡിയാകാനുള്ളായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അമ്മ, എനിക്കങ്ങനെ ഒരുപാടൊന്നും എടുക്കാനൊന്നുമില്ല, 2-3 സാരി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ദേവേൻ്റെ മുഖത്ത് ചെറിയൊരു വിഷമം വരുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവേനി പറയും, ഏതായാലും നിങ്ങളുടെ മോളുടെ ആഗ്രഹം സാധിച്ചു, അവളുടെ മുമ്പിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നു, അതിൻ്റെ സന്തോഷം അവൾക്കുണ്ട് എന്ന് പറയും. അന്നേരം കനക പറയും, മോൾ അങ്ങനെ ഒന്നും വിചാരിക്കുകയില്ല, അവൾക്ക് അങ്ങനെയുള്ളൊരു സ്വഭാവവും ഇല്ല എന്ന് പറയും. എന്നിട്ട് നയനോടായിട്ട് പറയുന്നുണ്ട്, മോളെ ശരീരമൊക്കെ സൂക്ഷിക്കണം കേട്ടോ എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, അതെന്താ ശരീരം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ്, അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ അസുഖമൊന്നുമില്ല, ഇടയ്ക്ക് നടുവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, അവൾ കുറേ ദിവസം ആയില്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്, പണിയെല്ലാം ചെയ്യുന്നത് കനകയല്ലേ, ഇവൾ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും അവൾക്ക് നടുവേദന എന്ന് പറയും. എന്നിട്ട് ദേവേനി പറയും, ഏതായാലും ഞങ്ങൾ ഇറങ്ങുവാണ്, നിങ്ങളുടെ മോളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാം കേട്ടോ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ദേവയാനിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം അവരാരും പ്രതീക്ഷിച്ചല്ലോ. ഇങ്ങനെ ഇറങ്ങി ഇങ്ങ് പോരുമ്പം സ്റ്റെപ്പ് എത്തുമ്പം ദേവയാനി നയനയുടെ കയ്യിൽ ഇങ്ങ് പിടിക്കുവാണ്. അപ്പം നയനയ്ക്കും അത് അത്ഭുതം, പുറകെ നിൽക്കുന്ന കനകയ്ക്കും ഒക്കെ അത്ഭുതമാണ്. ഏതായാലും ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ടതിന് ശേഷം ദേവയാനി ഒന്നുകൂടെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പയ്യെ ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കും. എന്നിട്ട് നയനോട് പറയുവാണ്, ഡോറ് തുറന്ന് തന്നില്ലെങ്കിൽ ഇനി നീ കയറിയില്ലല്ലോ, നീ ആനയിച്ചില്ലെന്ന് വേണ്ട, ഏതായാലും നീ അകത്തോട്ട് കയറ് എന്ന് പറയും. അങ്ങനെ നയന അകത്തോട്ട് കയറിയിരിക്കുന്നു, ദേവയാനിയും കയറുന്നു, അവരങ്ങ് പോവാണ്. പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, മനസ്സില്ലാ മനസ്സോടെയാണ് അവർ വന്ന് വിളിച്ചത്, ഇങ്ങനെ വിടണ്ടായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നന്ദ് പറയുന്നുണ്ട്, അച്ഛൻ എന്താ അവർ വന്നപ്പോൾ പറഞ്ഞത്, ബന്ധം പിരിയാൻ പറയാൻ വേണ്ടിയായിരിക്കും വന്നത് എന്നല്ലേ, എന്നിട്ടിപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി, അന്നേരം ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം കനകയും പറയുന്നുണ്ട്, അത് തന്നെ, മകൻ്റെ വിഷമം അറിഞ്ഞു അവർ, അങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്നിങ്ങനെ കനകയും ചോദിക്കും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, നമ്മുടെ മോൾ അങ്ങോട്ട് ചെല്ലുന്നത് ഇഷ്ടപ്പെടാത്ത വേറെ കുറേ ആൾക്കാർ ആ വീട്ടിലുണ്ട്, അവരുടെ മുഖമൊക്കെ ഓർക്കുമ്പം എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന് ഗോവിന്ദനും പറയും. പിന്നെ നമ്മുടെ അനിയാണ് കാണിക്കുന്നത്. അനിയെ വലിയ ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ട് വേണു. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മോൻ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ ചെല്ലുവാണ്. അന്നേരം അനി പറയും, എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്, നന്ദുവിനെ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയും. അന്നേരം വേണു ഒന്ന് പരുങ്ങും. എന്നിട്ട് ചോദിക്കും, ആ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയോ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, ഇനിയിപ്പം കൂടുതൽ പറയുമൊന്നും വേണ്ട, ഞങ്ങൾ കറക്റ്റ് സമയത്ത് ചെന്നുകൊണ്ടാണ് നന്ദു രക്ഷപ്പെട്ടത്, ഏതായാലും എല്ലാം
ഇതെല്ലാം ചെയ്തത് ആരാണ് എന്ന് ഞങ്ങൾക്ക് നല്ലതായിട്ട് വ്യക്തമായിട്ട് അറിയാം എന്ന് തന്നെ പറയും. അപ്പോഴത്തേക്കും അങ്ങോട്ട് അനാമികയും രേവതിയും കൂടെ വരും. അന്നേരം വേണു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ ആ നന്ദുവിനെ ആരാണ്ട് തട്ടിക്കൊണ്ട് പോയെന്നോ കെട്ടിത്തൂക്കാൻ നോക്കിയെന്നോ ഒക്കെയാണ് അനി പറയുന്നത്. പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മളാണോ എന്ന് ചെറിയ സംശയം ഉണ്ടെന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം വെച്ച് അവൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുണ്ട്, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും അവളെ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ശത്രുക്കളും നന്ദുവിനില്ല, ശത്രുക്കൾ ആരാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നീയൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല എന്ന് പറയും. അന്തേക്കും വേണു പറയുവാണ്, അതേ മോനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ മോൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നങ്ങ് കൂട്ടിക്കൊണ്ട് പോരും, പിന്നെ നീയല്ല ആര് വന്ന് വിളിച്ചാലും മോളെ അങ്ങോട്ട് വിടിയേല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് ഞങ്ങളുടെ തറവാടെടുത്ത് തലയിൽ വെക്കാനല്ല, ആ വീട്ടിൽ വന്ന് എല്ലാവരെയും സ്നേഹിച്ച് ഒരു മരുമകളുടെ കടമ നിർവഹിച്ച് മുന്നോട്ട് പോകാനാണ് എന്ന് പറയും. അന്തേക്ക് അനാമിക ദേഷ്യം വന്നിട്ട് പറയുവാണ്, അതെ നീ ഒരു കാര്യം ചെയ്യുക, എന്തൊക്കെയാണ് ഒരു മരുമകളുടെ കടമ എന്നിങ്ങ് എഴുതിത്താ, എന്നിട്ട് ഞാനങ്ങോട്ട് അതൊക്കെ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, മോനെ ഇതിപ്പോൾ എന്താ ഇങ്ങനെ നിങ്ങൾ വേറെ ആരും സ്നേഹിച്ചില്ലെങ്കിലും അനാമികയ്ക്ക് മോൻ്റെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകണം എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, അതാണല്ലോ ആ വീട്ടിൽ കിട്ടാത്തത് എന്ന്. അന്നേരം അനി ഒന്നുകൂടെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളോട് 3 പേരോടായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോളുടെ ആജ്ഞകളെല്ലാം അനുസരിച്ച് അവിടെ ഒരു അടിമയെ പോലെ ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് ഇറങ്ങി പോവുക. അന്നേരം അനാമിക ചോദിക്കുക, അച്ഛൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം വേണു പറയും, ഇപ്പം നീ കൂടെ പോക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അവൻ വിളിക്കാൻ വന്നില്ല എന്നിരിക്കും, നീ അങ്ങോട്ട് ചെന്നത് നിൻ്റെ വല്യമ്മ ഓർത്തിട്ടാണെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക രേവതി പറയുവാണ്, അത് തന്നെ മോളെ, ഒന്നുമില്ലെങ്കിലും മരുമോളെ തള്ളിക്കളഞ്ഞിട്ട് മോളെ സ്നേഹിക്കുന്നതല്ലേ, അങ്ങനെയെങ്കിലും മോള് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുക. ഏതായാലും അനാമിക ഇറങ്ങി വന്ന് ബാഗ് എടുത്ത് വണ്ടിയുടെ ബാക്ക് സീറ്റിലോട്ട് വയ്ക്കും. എന്നിട്ട് അനിയോട് ചോദിക്കും, ഞാൻ ഫ്രണ്ടിൽ കയറണോ അതോ ബാക്കിൽ കയറണോ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, എവിടെ കയറിയാലും എവിടെ ഇരുന്നാലും വണ്ടി മുന്നോട്ട് പോകും, അവിടെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇരുന്നാൽ മതി എന്ന് പറയുവാണ്. അന്നേക്കും ദേഷ്യം വന്നിട്ട് വേറെ നിവൃത്തിയില്ലല്ലോ, അന്നേരം രേവതി പറയും, കയറി ഇരിക്കും മോളെ എന്ന് പറയും. പോയി ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കും. ഇരുന്ന് കഴിയുമ്പോഴേക്കും വേണു പിന്നെയും പറയുവാണ് അനിയോട്, അതേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോന് ഓർമ്മയുണ്ടല്ലോ എന്ന്. അന്നേരം ഓർക്കാൻ പാകത്തിനൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പിന്നെയും ഒരു പുച്ഛഭാഗത്തിൽ പറഞ്ഞിട്ട് അനി വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോവുക. പോയി കഴിയുമ്പോഴത്തേക്കും വേണു രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. അന്നേരം രേവതി പറയും, ഒത്തിരി കാലം ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതിനു മുമ്പ് എന്തെങ്കിലും സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ സാധിച്ചെടുക്കണം, അതേ നിവൃത്തിയുള്ളൂ എന്ന് പറയും. അന്നേരം വേണു പറയുമോ, അതിനുള്ള കഴിവൊന്നും നിൻ്റെ മോൾക്കില്ലാതായി പോയില്ലേ, എന്താ ചെയ്യുന്നേ എന്ന്. പിന്നീട് ജാനകിയും ജലജയാണ് കാണിക്കുന്നത്. ജലജ പറയുന്നുണ്ട്, ഏട്ടത്തിയോട് പുറത്തേക്കൊന്നും തന്നെ പോകരുതെന്ന് പറഞ്ഞിരുന്നല്ലേ, എന്നിട്ട് ഇപ്പോൾ ഏട്ടത്തി എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കുവാണ് ജാനകിയോട്. അന്നേരം ജാനകി പറയും, കരൾ എന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തണം എന്ന് പറഞ്ഞുള്ള വിഷമത്തില, അതിനുവേണ്ടി ഓടി നടക്കുമായിരിക്കും എന്ന് പറയുമ്പം ജലജ ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, ആ പെൺകുട്ടിക്ക് മുഖം തരാൻ ആഗ്രഹമില്ല എങ്കിൽ അതിന് പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ, അതിനു പകരം 50 ലക്ഷം രൂപ അതിന് കൊടുത്തേക്കുന്നു എന്നൊക്കെ പറയുവാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, അതിപ്പം വലിയ കാര്യമൊന്നുമല്ല, ഏട്ടത്തിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചത് ആ പെൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, പിന്നെ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏട്ടത്തിക്കൊന്നുമല്ല, ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ 10-15 കോടിയെങ്കിലും കാണും, ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതും ഇവിടുത്തെ പല ആവശ്യങ്ങൾക്കും പല കാര്യങ്ങൾക്കുമായിട്ട് കൊടുത്തതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഏട്ടത്തിയുടെ അക്കൗണ്ടിലുണ്ട് എന്ന് പറയും. അന്നേരം ജലജ പറയുവാണ്, എന്നാൽ ഇവിടെ ബാങ്ക് ബാലൻസ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളെയൊക്കെ സഹായിക്കുമായിരുന്നെങ്കിൽ എന്ന് പറയുമ്പം ജാനകി പറയും, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതേക്കും അനി വരുന്നു. അനിയെ കാണുന്നതേക്കും ഭയങ്കര സന്തോഷം ജാനകിക്ക്, അയ്യോ അനാമിക മോളും കൂടെ കാണുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു നോക്കുന്നതേക്കും അനാമിക ഇങ്ങനെ കയറി വരുവാണ്. അന്നേരം ഓ മോള് വന്നല്ലോ, എനിക്ക് സന്തോഷമായി എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അമ്മയും അതുപോലെ വല്യമ്മയും ഒക്കെ ഓർത്തിട്ട് മാത്രമാണ്, അല്ലാതെ ഇവൻ്റെ വിളി കേട്ടോണ്ട് ഇങ്ങോട്ട് വരാനൊന്നും തോന്നത്തില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ജാനകി പറയുവാണ്, അതെ ഇവൻ്റെ ഏട്ടത്തിമാരെല്ലാവരും കൂടി പറഞ്ഞ് മാറ്റി വെച്ചേക്കും, അതുകൊണ്ട് മോൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നും പറയുന്നുണ്ട്. ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്തും അത്യാവശ്യം എരിവ് ഏറ്റി കൊടുത്തുമൊക്കെ ജലജയുണ്ട് കൂടെ. അത് കഴിഞ്ഞ് ജാനകി പറയും, മോൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ പോകാൻ തുടങ്ങുന്നതേക്കും അടുത്ത വണ്ടി വരുന്നു. അന്നേരം ജലജ പറയുന്നുണ്ട്, മോളുടെ വല്യമ്മ വന്നു, ഇനി മോളുടെ പരാതിയെല്ലാം വല്യമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട്. വണ്ടിയിൽ നിന്ന്
ആദ്യം ഇറങ്ങി വരുന്നത് ദേവയാനിയാണ്. അന്നേരം ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ അനാമിക. അന്നേരം ദേവയാനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നയനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിന്നോട് ഇങ്ങോട്ട് പ്രത്യേകം ഇറങ്ങാൻ പറയണം, ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയും. അന്നേരം നയനയും കൂടെ ഇറങ്ങുമ്പോഴേക്കും എല്ലാത്തിൻ്റെയും മുഖം അങ്ങ് മങ്ങും. വാ പൊളിച്ചിരിക്കുവാണ് നമ്മുടെ ജലജ. അതുപോലെ എല്ലാവരുടെയും മുഖം മങ്ങി വിഷമിച്ച് നിൽക്കുക കേട്ടോ. എന്തെങ്കിലും ജാനകി ചോദിക്കും, ഇവളെ കൂട്ടിക്കൊണ്ട് വരാനാണോ ഏട്ടത്തി പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലജ ആർക്കറിയാം, ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദേവയാനി നയനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആദ്യമായിട്ട് വരുവാണോ ഈ വീട്ടിൽ, എന്തിനാ ഈ കണ്ണും വിളിച്ച് നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറയും. അവരങ്ങോട്ട് കയറി ചെല്ലുമ്പം നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷമാണ്, ബാക്കി ആർക്കും സന്തോഷമില്ല കേട്ടോ. അന്നേരം അവരെല്ലാം ചോദിക്കുവാണ്, ഇവളെ കൂട്ടിക്കൊണ്ട് വരാനാണോ ഏട്ടത്തി പോയത് എന്ന്. അന്നേരം ദേവയാനി പറയും, അതെ ഇവളെ കൂട്ടിക്കൊണ്ട് വരാനാണ് ഞാൻ പോയത്. ഇവിടെ ആദർശിൻ്റെ വിഷമം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, അവന് ശരിക്കും ഉറക്കം പോലുമില്ല. അവൻ്റെ കാര്യം മാത്രമല്ല, അച്ഛനും അമ്മയും ജേട്ടനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്നവരുടെ സങ്കടങ്ങൾ, അവരുടെ കുറ്റപ്പെടുത്തലുകളും അവരുടെ ആ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടുള്ള സംസാരമൊക്കെ ഞാൻ കണ്ടില്ലെന്ന് എങ്ങനെയാണ് നടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും. അന്തേക്കും ജാനകി, കണ്ടോ മോളെ വിളിച്ചുകൊണ്ട് വന്നു അനി എന്ന് പറയുക. അന്തേക്കും അത് നല്ല കാര്യമല്ലേ, മോളെ വിളിച്ചുകൊണ്ട് വന്ന ദിവസം തന്നെ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത് മോൾക്ക് ഇഷ്ടപ്പെട്ട് കാണിയല്ല അല്ലേ, നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, എപ്പോൾ വിളിച്ചുകൊണ്ട് വന്നാലും ഇവളെ വിളിച്ചുകൊണ്ട് വരുമല്ലോ, അന്നേരം ഇവൾ ഈ വീടിനകത്ത് തന്നെ കാണിയല്ലേ എന്ന് വയ്ക്കും. അന്തേക്കും ജാനകി, അതെ ഈ വീടിനകത്ത് കാണുന്നതൊക്കെ കൊള്ളാം, എൻ്റെ മോളെങ്ങാനും ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ, നീ നിൻ്റെ ചേച്ചിയും എൻ്റെ മോളെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുവാണ്. അന്നേരം നയനെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ അനാമിക ശല്യം ചെയ്തില്ലല്ലോ ഇളയമേന്ന്. അന്നേരം ശല്യം ചെയ്തില്ലേ, നീയും നിൻ്റെ ചേച്ചിയും എപ്പോഴും എനിക്കൊരു ശല്യം തന്നെയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അന്നേരം അനി പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഇത്രമാത്രം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ഏട്ടത്തി. ഏട്ടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് വല്യമ്മയുമാണ്, അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ തന്നെ കാണും, അതിൻ്റെ പേരിൽ ആരും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അനി പറയുമ്പോൾ എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം ദേവയാനി മനസ്സിലോർക്കുവാണ്, ഇനിയിപ്പം ഈ വീട്ടിലെ ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകൾ ഇവിടെ തന്നെ കാണുമെന്ന്. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.